Good afternoon, all. Good afternoon. Good afternoon, teacher. Good afternoon, ma'am. Okay, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോസ്പിറ്റൽ വാർഡ് എന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹോസ്പിറ്റൽ വാർഡ് എന്താണെന്നും ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഏകദേശം ആ ഒരു ഫസ്റ്റ് പേജ് നമ്മൾ കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ എടുത്ത അത്രയും ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ വാർഡാണ് പഠിച്ചത്. സോ ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, ഹോസ്പിറ്റലിൽ ഒരു റൂമാണ്. അവിടെ എന്താണ് ഒത്തിരി ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കുറെ പേഷ്യൻസ് ഉണ്ട്. അതായത് ഏകദേശം സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് ലഭിക്കുന്നത്. ചിലപ്പോൾ ചിലവർ ലോങ് ടേമിലായിരിക്കും അഡ്മിറ്റ് ആവുന്നത്, ചിലവര് എന്താണ് ഷോർട്ട് ടേമിലായിരിക്കും. സോ അത് അവരുടെ രോഗത്തിന്റെ കണ്ടീഷൻസിനെ അനുസരിച്ചുകൊണ്ടാണ് പേഷ്യന്റ് എത്ര ദിവസമാണ് അവിടെ അഡ്മിറ്റ് ആവുന്നതെന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ അതിന്റെ പർപ്പസ് കണ്ടു അല്ലെ, ഹോസ്പിറ്റൽ വാർഡ് കൊണ്ടുള്ള ഉദ്ദേശം എന്തൊക്കെയാണ് നമ്മൾ അവിടെ പഠിച്ചു. ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിനും, അതുപോലെ തന്നെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, ടീച്ചിങ്, റിസർച്ച്, റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് കെയർ ലഭിക്കുവാൻ, ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും മെഡിസിൻസ് ഒക്കെ ലഭിക്കുവാനൊക്കെയാണ്. ദെൻ നമ്മൾ പഠിച്ചു ഹോസ്പിറ്റലിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ്. അപ്പൊ നമ്മൾ അതിലൊരു കോഡ് വെച്ച് പഠിച്ചായിരുന്നു. എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? Constituents of hospital one. Yes, PNC എന്ന് പഠിച്ചു അല്ലെ. Patient space, nursing space, then corridors, PNC. പിന്നെ നമ്മൾ നോക്കിയത് ടൈപ്പ് ഓഫ് വാർഡ്സ്. അപ്പൊ പ്രധാനമായിട്ടും വാർഡുകൾ രണ്ട് ടൈപ്പിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജനറൽ വാർഡ്സും സ്പെഷ്യലൈസ്ഡ് വാർഡും അല്ലെ. രണ്ട് ടൈപ്പാണ് നമുക്കുള്ളത്, ജനറൽ വാർഡും സ്പെഷ്യലൈസ്ഡ് വാർഡും. അതിൽ നമ്മൾ ജനറൽ വാർഡ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു വാർഡാണ്. സ്പെഷ്യലൈസ്ഡ് വാർഡിൽ നമ്മൾ പഠിച്ചു ഗൈനക്കോളജി ഉണ്ട്, ഓങ്കോളജി, നെഫ്രോളജി, ന്യൂറോളജി ആൻഡ് ഒപ്താൽമോളജി. ഒപ്താൽമോളജി ഈസ് റിലേറ്റഡ് ടു, ഏതാണ് ഒപ്താൽമോളജി എന്ന് പറയുന്നത്? യെസ്, ഐ റിലേറ്റഡ് ആയിട്ടുള്ള കേസസുകളാണ്. ഇനി ന്യൂറോളജി എന്ന് പറയുന്നതോ, ന്യൂറോളജി നെർവസ് സിസ്റ്റം അല്ലെ. ദെൻ നെഫ്രോളജിയോ, നെഫ്രോളജി നെഫ്രോളജി ഓർ ഡയാലിസിസ് എന്ന് പറയുന്നത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ളത്. കാർഡിയോളജി, കാർഡിയോളജിയും CTVS വരുന്നതോ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓങ്കോളജി, ഓങ്കോളജി ഏതായിരുന്നു? ഓങ്കോളജി ക്യാൻസർ പേഷ്യൻസ് ആണ്. ഗൈനിക് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഫോർ വുമൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത്രയും ഭാഗം നോക്കിയാണെന്ന് വിചാരിക്കണു. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. മെയിൻ കോമ്പോണൻസ് ഓഫ് വാർഡ്. വാർഡിനുള്ളിലെ മെയിൻ കോമ്പോണൻസ്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒരു വാർഡിനുള്ളിൽ പ്രധാനമായിട്ടും 4 കോമ്പോണൻസ് ആണ് ഉള്ളത്. 4 പേരുകൾ നമുക്ക് ആദ്യം നോക്കാം. ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ ആൻഡ് സാനിറ്ററി ഏരിയ. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും ഒരു വാർഡിന് 4 കോമ്പോണൻസ് അഥവാ ഘടകങ്ങൾ, ഏരിയകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ക്ലിനിക്കൽ ഏരിയ, auxiliary, ancillary and sanitary.
ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് ആ വാക്കിൽ തന്നെയുണ്ടല്ലോ ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ. ക്ലിനിക്കൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചികിത്സാപരമായിട്ടുള്ള ഏരിയ ആണ് അല്ലെ. അതായത് നമ്മൾ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു ഏരിയ. Then auxiliary area. Auxiliary എന്താ വേർഡ് auxiliary means? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ auxiliary. Auxiliary എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് എന്താണ്? ജനറൽ ആയിട്ട് നിങ്ങൾ ഓക്സിലറി എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, അസിസ്റ്റന്റ്. നമ്മൾ ഓക്സിലറി വെർബ് എന്ന് പറയും ഇംഗ്ലീഷിൽ നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ അല്ലെ, ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറയും. സോ ആ ക്ലിനിക്കൽ ഏരിയക്ക് സഹായകമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഓക്സിലറി ഏരിയ എന്ന് പറയുന്നത്. ദെൻ ആൻസിലറി ഏരിയ. ആൻസിലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുബന്ധമായിട്ടുള്ള ആൻസിലറിക്ക് അനുബന്ധമായിട്ടുള്ള ഏരിയ. ദെൻ സാനിറ്ററി ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്തൊരു നമുക്ക് ഡേർട്ടി യൂട്ടിലിറ്റി ആണ്, അതായത് ബാക്ക് സൈഡ് ഇതുപോലെ ടോയ്ലറ്റ്സും അങ്ങനെ വരുന്ന ഏരിയകൾ, അതാണ് സാനിറ്ററി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഓരോ ഏരിയയിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, ഓരോ ഏരിയയിലും വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ക്ലിനിക്കൽ ഏരിയ, ചികിത്സാപരമായിട്ടുള്ള ഏരിയയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഉൾപ്പെടുന്നത്? ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നാണ്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം. ക്ലിനിക്കൽ ഏരിയ എന്ന് പഠിക്കുക. ക്ലിനിക്കൽ ഏരിയയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഓക്സിലറി ഏരിയ പഠിക്കുക, അതിനുള്ളിൽ എന്തൊക്കെയാണ് ആൻസിലറി, സാനിറ്ററി, ഓരോന്നും ഏരിയ പഠിക്കണം. ഏരിയയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് പഠിക്കണം. എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു സെക്ഷൻ ആണത്. ഓക്കെ, ഏത് രീതിയിലൊക്കെയാണെന്ന് പറഞ്ഞുതരാം, നോക്കാം. അപ്പൊ ഫസ്റ്റ് പറഞ്ഞാണ് ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ചികിത്സാപരമായിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ഈ ചികിത്സാപരമായിട്ടുള്ള ഏരിയയിൽ വരുന്നത് ഫസ്റ്റ് വൺ പേഷ്യന്റ്, ദെൻ നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. മൂന്ന് കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത്. പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ. നഴ്സിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് സ്റ്റേഷൻ ആണ്. അതായത് നിങ്ങൾ പറഞ്ഞു നമ്മൾ വാർഡിനുള്ളിൽ നഴ്സിംഗ് സ്റ്റേഷൻ കണ്ടിട്ടില്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടോ? വാർഡിനുള്ളിലെ നഴ്സുമാരിയ്ക്കുന്ന ഒരു ഏരിയയില്ലേ, അവരുടെ റെക്കോർഡ്സുകളും അതുപോലെ തന്നെ എന്താണ് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പേഷ്യൻസിന്റെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ചോദിക്കുന്നത് ഈ നഴ്സുമാരിയ്ക്കുന്ന ആ ഒരു നഴ്സിംഗ് ഏരിയയിലായിരിക്കും. ഓക്കെ, ദെൻ നഴ്സിംഗ് കൗണ്ടർ. നഴ്സിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും നഴ്സിംഗ് കൗണ്ടർ ഉണ്ടായിരിക്കും. നഴ്സസ് അവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്ന, അവരുടെ ഒരു വർക്ക് പ്ലേസ് ചെയ്യുന്ന അവരുടെ വർക്കുകളും അതുപോലെ തന്നെ ഇപ്പോൾ നോട്ട്സ് എഴുതാനുണ്ടാകും അവർക്ക്. നോട്ട്സ് മീൻസ് പേഷ്യൻസിന്റെ പരമായിട്ടുള്ള നോട്ട്സുകൾ, മെഡിക്കൽ റെക്കോർഡ്സുകളും ഇതൊക്കെ എഴുതുന്ന അവർ ആ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ്, ഒരു ഏരിയ, ഇതാണ് നഴ്സിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. നഴ്സിംഗ് ഏരിയ എന്ന് പറയുന്നത് വാർഡിനുള്ളിൽ വരുന്നതാണ് നഴ്സിംഗ് ഏരിയ. ക്ലിയർ ആണോ? നഴ്സിംഗ് ഏരിയയും നഴ്സിംഗ് കൗണ്ടർ ജസ്റ്റ് പേര് മാത്രം പഠിക്കാനുള്ളൂ, അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. നമുക്ക് ആ മൂന്ന് പേരുകൾ ഏതൊക്കെയാണോ അത് മാത്രം പഠിക്കാം. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ഏരിയയിൽ ആരൊക്കെയായിരുന്നു? പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ഇനി ഓക്സിലറി ഏരിയ, അതുമായിട്ട് ക്ലിനിക്കൽ ഏരിയയുമായിട്ട് അനുബന്ധമുള്ളത് അല്ലെങ്കിൽ ആ സഹായകമായിട്ടുള്ള ഏരിയ. നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം, രണ്ട് റൂമുകൾ മാത്രമേ ഉള്ളൂ ഓക്സിലറി ഏരിയയിൽ. അതായത് ക്ലിനിക്കലിന് ഹെൽപ്പ് ആയിട്ടുള്ള നഴ്സസ് റൂമും ഡോക്ടേഴ്സ് റൂമും. ദെൻ മൂന്നാമതായിട്ട് ആൻസിലറി ഏരിയ. ആൻസിലറി ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ, അനുബന്ധ ഏരിയയിൽ വരുന്ന കാര്യങ്ങളാണ് പാൻട്രി. എന്താ പാൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ എന്താ മീനിങ്? പാൻട്രി കേട്ടിട്ടുണ്ടോ? ടീ, കോഫി ഒക്കെ, അതായത് കലവറ എന്നാണ് ശരിക്കും പ്രോപ്പർ ആയിട്ട് പറയാം. പക്ഷെ ഇവിടെ പറയുന്നത് ഇതുപോലെ നമുക്ക് ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളൊക്കെ വെക്കുന്ന ഒരു ഏരിയ, നമ്മള് സ്റ്റോർ റൂം ഒക്കെ പോലെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു ഏരിയ. ദെൻ ഡേ റൂം. ഡേ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡേ റൂം കേട്ടിട്ടുണ്ടോ? ഡേ റൂം അതായത് പേഷ്യൻസിനൊക്കെ ആണെങ്കിലും ഒന്ന് റിലാക്സേഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു റൂം. അത്യാവശ്യം ചെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബെഞ്ചസ് ഒക്കെ ഇട്ടിട്ട് അവർക്കൊന്ന് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഒരു റൂമാണ് ഡേ റൂം എന്ന് പറയുന്നത്. ദെൻ ട്രോളി ബേ. ട്രോളി ബേ കണ്ടിട്ടില്ല? ഹോസ്പിറ്റലിലെ ട്രോളി ബേ കണ്ടിട്ടുണ്ടോ? അതായത് മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരില്ലേ, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള വീലൊക്കെ ഉള്ളത് അവർ ഇത് കൊണ്ടുവരുന്നത്. ഇപ്പൊ വാർഡിലാണെങ്കിലും റൂമിലാണെങ്കിലും പേഷ്യൻസിന് വേണ്ടുന്ന മരുന്നുകളൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു ട്രോളി. അതുപോലെ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ട്രോളി ഉണ്ട്, പല ടൈപ്പ് ട്രോളി ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസിലറി വരുന്നത് പാൻട്രി, ഡേ റൂം, ദെൻ ട്രോളി ബേ. ഇനി ലാസ്റ്റ് വൺ ആണ് സാനിറ്ററി ഏരിയ. അതായത് ക്ലീനിങ്, ഡേർട്ടി, യൂട്ടിലിറ്റി ഒക്കെയാണ് വരുന്നത്. സാനിറ്ററി ഏരിയയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ടോയ്ലറ്റ്സ്, ഡേർട്ടി യൂട്ടിലിറ്റി. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചു പ്രധാനമായിട്ടും വാർഡിന് 4 കോമ്പോണൻസ് ആണുള്ളത്: ക്ലിനിക്കൽ, ഓക്സിലറി, ആൻസിലറി ആൻഡ് സാനിറ്ററി.
ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ ചികിത്സാപരമായിട്ടുള്ള ഏരിയ ആണ്. സോ അവിടെ പേഷ്യന്റും നഴ്സിംഗ് ഏരിയയും നഴ്സിംഗ് കൗണ്ടറും ആ പേരുകൾ അതുപോലെ തന്നെ പഠിക്കണം. ഇനി എന്താണ് നഴ്സിംഗ് ഏരിയ നഴ്സിംഗ് കൗണ്ടർ എന്ന് അങ്ങനെ ഒന്നും പഠിക്കാനില്ല. നമുക്ക് ആ പേരുകൾ മാത്രം എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇത് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. സോ കൃത്യമായിട്ട് പഠിക്കണം. ദെൻ എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാം. എപ്പോഴും ചോദിക്കാറുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറയാം, ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ചിലപ്പോൾ ചോദിക്കും patient nursing area nursing counter എന്നൊരു ഹൈഫൻ ഇട്ടിട്ട് ഐഡന്റിഫൈ വിച്ച് കോമ്പോണൻസ് ഓഫ് വാർഡ്, വാർഡിലെ ഏത് കോമ്പോണൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം ഒരു രീതിയിൽ. ഇനി മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോ ഓഡ് വൺ ആയിട്ട് തരാം, ചൂസ് ഓഡ് വൺ ഔട്ട് ചോദിക്കാം. അപ്പോ ചൂസ് ഓഡ് വൺ ഔട്ടില് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പേഷ്യന്റ് നഴ്സിംഗ് ഏരിയ ഡോക്ടേഴ്സ് റൂം. അപ്പൊ അവിടെ ഏതായിരിക്കും ഓഡ് വൺ ആയിട്ട് വരുന്നത്? പേഷ്യന്റ് നഴ്സിംഗ് ഏരിയ ഡോക്ടേഴ്സ് റൂം. ഏതായിരിക്കും ആൻസർ? ഏതാണ് ആൻസർ? പേഷ്യന്റ് നഴ്സിംഗ് ഏരിയ ഡോക്ടേഴ്സ് റൂം. ആൻസർ ഏതാണ്? ഡോക്ടേഴ്സ് റൂം അല്ലെ? അപ്പൊ ഈ ഡോക്ടേഴ്സ് റൂം എന്ന് നമുക്ക് ആൻസർ ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിത് മൊത്തം പഠിക്കണം അല്ലെ? അല്ലാതെ ജസ്റ്റ് ക്ലിനിക്കൽ ഏരിയ എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ അങ്ങനെ കിട്ടില്ല. സോ പഠിക്കുമ്പോൾ കൃത്യമായിട്ടും ഓരോ ഏരിയയും ആ ഓരോ ഏരിയയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ് അതനുസരിച്ച് നിങ്ങൾ പഠിക്കണം. ഓക്കെ, സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. എപ്പോഴും പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ ആ ഒരു സെക്ഷനിൽ നിന്ന് വരാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് വായിച്ചു നോക്കാം. വായിക്കുമ്പോൾ മാക്സിമം ഒന്ന് പഠിക്കാൻ ഇവിടെ ശ്രമിക്കാം കേട്ടോ. ഡൗട്ട് ആണോ? എന്തായിരുന്നു? റിപ്പീറ്റ് ചെയ്യാനാണോ? നഴ്സിംഗ് ഏരിയയും നഴ്സിംഗ് റൂമും സെപ്പറേറ്റ് തന്നെയാണ്. നഴ്സിംഗ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വാർഡിനുള്ളിൽ നഴ്സസ് അവരുടെ വർക്ക് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വാർഡിനുള്ളിൽ കിടക്കുന്ന നിങ്ങൾ കാണാറില്ലേ, വാർഡിന്റെ അറ്റത്തായിട്ടൊരു റൂം ഉണ്ടാവും, ചെറിയൊരു സ്പേസ് ആയിരിക്കും. ചിലപ്പോൾ സെപ്പറേറ്റ് റൂമായിട്ടൊന്നും തിരിച്ചിട്ടുണ്ടാവില്ല. അവിടെ നമ്മളുടെ പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ ഉണ്ടാവും, പേഷ്യൻസിന് കൊടുക്കേണ്ട മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഒരു ടേബിളിൽ പേഷ്യൻസിൻ്റെതായിട്ടുള്ള കുറെ എന്താണ് മെഡിസിൻസുകൾ ഉണ്ടാവും, റെക്കോർഡ്സുകളൊക്കെ ഉണ്ടാവും അല്ലെ? നഴ്സസ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോ ഒന്ന് റെസ്റ്റ് ചെയ്യാനും മറ്റുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് റൂമാണ്. ഡോക്ടേഴ്സിന്റെ റൂം പോലെ തന്നെ നഴ്സസിന്റെ ഒരു റൂം ഉണ്ടാകും, അവരുടെ ബിലോങ്ങിങ്സ് ഒക്കെ വെക്കാനും അങ്ങനെയുള്ള വേണ്ടിയിട്ടുള്ള റൂം. ഓക്കെ, വായിച്ചു നോക്കാട്ടോ എല്ലാവരും. വായിക്കുമ്പോൾ നിങ്ങൾ അത് മാക്സിമം ഒന്ന് പഠിച്ചും കൂടി പോകാൻ ശ്രമിക്കുക കേട്ടോ. 4 ഏരിയകളും വെരി വെരി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സെക്ഷൻ ആണത്. ഒന്ന് വായിച്ചു നോക്കാം. നഴ്സിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും, അതായത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നഴ്സസ് ഇരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടാവും. നഴ്സിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഡിന്റെ ഉള്ളിൽ വരുന്നതാണ്. നഴ്സിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാനായിട്ട് ചിലപ്പോ ഒരു എന്താ പറയുക, ഇപ്പൊ ഫ്രണ്ട് ഡെസ്കിലാണെങ്കിലും റിസപ്ഷനിലാണെങ്കിൽ അവർ ആ ഒരു സെറ്റ് ആയിട്ട് അവരുടെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നഴ്സുമാര് ഇതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലായിട്ടൊക്കെ അവർക്ക് അവരുടെ വർക്കുകൾ ചെയ്യാനായിട്ട് അവരുടെ ഡെയിലി വർക്കുകളും മെഡിക്കൽ റെക്കോർഡ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു പ്ലേസ് അതാണ് നഴ്സിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഏരിയ എന്ന് പറയുന്നത് വാർഡിനുള്ളിൽ വരുന്നത്, അവരുടെ വർക്കുകൾ ചെയ്യുന്ന ഒരു ഏരിയ. പെട്ടെന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. മാക്സിമം പഠിക്കാൻ പറ്റുന്നത്ര നിങ്ങൾ വായിക്കാൻ പറയുന്ന ടൈമിൽ ഒന്ന് പഠിച്ചും കൂടി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുമ്പോഴും പെട്ടെന്ന് എളുപ്പം പഠിക്കാനും പറ്റും. കംപ്ലീറ്റ് ചെയ്തോ? മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്.
ഒരു ഹോസ്പിറ്റലില് നല്ലൊരു വാർഡ് മാനേജ്മെന്റ്, അതായത് നല്ലൊരു വാർഡ് ആയിരിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കണം എന്ന്. അതായത് ഒരു വാർഡ് എന്നുള്ളത് നല്ലൊരു രീതിയിൽ അവിടുത്തെ വാർഡ് പ്രവർത്തനങ്ങൾ നല്ലതാവണമെങ്കിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കണം. കുറച്ച് പോയിന്റ്സ് അധികം ഉണ്ട്. അപ്പൊ ഇത് ബൈഹാർട്ടൊന്നും ചെയ്ത് പഠിക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് പോയിന്റ്സുകൾ വരുന്നുണ്ട്. സോ മാക്സിമം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കാം. കാരണം ഒരുപാട് പോയിന്റ്സ് വരുമ്പോൾ അത് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്, നല്ലൊരു വാർഡ് മാനേജ്മെന്റ് ആകണമെങ്കിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. വാർഡിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പോളിസീസും പ്രോട്ടോകോൾസുകളും കൃത്യമായിട്ട് പാലിക്കുക. അല്ലെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനാണോ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്? അങ്ങനെയാണോ? പേഷ്യന്റിന്റെ ഇഷ്ടം പോലെ നമുക്ക് എന്തും ചെയ്യാനായിട്ടുള്ള ഫ്രീഡം ഉണ്ടോ വാർഡിനുള്ളില്? ഇല്ല. അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അതാണ് ഈ പോളിസി പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അവിടെ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? വാർഡിനുള്ളില് ഒന്നുമില്ലേ? ഫുൾ ഫ്രീഡം ആണ് അവിടെ. എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹോസ്പിറ്റലില് നമ്മുടെ വാർഡില് ടൈം ഉണ്ട്. ഇപ്പൊ വിസിറ്റേഴ്സിനും അലൗഡ് ആയിട്ടുള്ള ടൈം ഉണ്ട്. യെസ്, സൈലൻസ് ഉണ്ട് അല്ലെ. അവിടെ ചിലപ്പോ എഴുതി വെച്ചിട്ടുണ്ടാകും നിശബ്ദത പാലിക്കുക അല്ലെ. ദെൻ വേറെ എന്തൊക്കെയാണ്? അത്രേ ഉള്ളോ? വിസിറ്റേഴ്സും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. ബൈസ്റ്റാൻഡർ ഒരാൾ മാത്രം അല്ലെ. എന്നിങ്ങനെയുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. സോ അത് കൃത്യമായിട്ടും പാലിക്കുക എന്ന് അല്ലെ. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്, ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം, നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. വാർഡിൽ നിർവഹിക്കേണ്ട ചുമതലകളെ കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരിക്കണം എന്ന്. ആർക്കാണ് അറിവുണ്ടായിരിക്കേണ്ടത്? വാർഡിനുള്ളിൽ വരുന്ന നഴ്സസിന് ആ വാർഡിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം. Then a planned program for each day's work. ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും ഫുള്ളി പ്ലാനഡ് ആയിരിക്കണം, നേരത്തെ ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കണം. അതായത് ഇപ്പൊ കൃത്യസമയത്ത് ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ മോർണിംഗിൽ തുടങ്ങി കൃത്യമായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഇടയ്ക്ക് ഒരു BP നോക്കുന്നു, ടെമ്പറേച്ചർ നോക്കാൻ വരുന്നു. അതൊക്കെ ഒരു പ്രോപ്പർ ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇതെല്ലാം ഒരു പ്ലാനഡ് ആയിരിക്കണം എന്ന്. അല്ലാതെ പെട്ടെന്ന് ധൃതി പിടിച്ച് തിരക്കുപിടിച്ച് പോയി കൃത്യസമയം നോക്കാതെ ഇഞ്ചക്ഷൻ എടുക്കുക, മരുന്ന് കൊടുക്കുക, അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും ഒരു ദിവസം അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ദിവസത്തെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യണം? നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കണം. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. കൃത്യസമയത്ത് തന്നെ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണം. അതായത് നഴ്സസ് ആണെങ്കിലും ഒരു പങ്ക്ച്വാലിറ്റി പാലിക്കണം. ദെൻ കൃത്യസമയത്ത് തന്നെ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുക. ദെൻ പ്രിവെന്റിങ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൊട്ടീൻ. പ്രിവെന്റിങ് എന്ന് വെച്ചാൽ എന്താണ്? തടയുക അല്ലെ. ഇന്ററപ്ഷൻസ്, വാർഡ് റൊട്ടീനെ തടസ്സപ്പെടുത്തുന്ന, അതായത് വാർഡ് റൊട്ടീനിൽ തടസ്സപ്പെടുത്തുന്ന, വാർഡിലെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇന്ററപ്ഷൻസ് എന്ന് വെച്ചാൽ തടസ്സങ്ങൾ, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാന്ന്. അതായത് ഇതുപോലെ ചിലപ്പോ ബൈസ്റ്റാൻഡറുകളുടെ എണ്ണം കൂടി, അല്ലെങ്കിൽ വാർഡിലെ പേഷ്യൻസും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുക. അപ്പൊ വാർഡ് മറ്റുള്ള പേഷ്യൻസിനും കൂടി അത് ബുദ്ധിമുട്ടാകുമല്ലോ. സോ അത് എന്താണോ പ്രശ്നം അത് സോൾവ് ചെയ്ത് അതിനെ നമ്മൾ കൃത്യമാക്കുക. Then use of democratic methods in establishment of ward policy. ഇനി വാർഡിലെ പോളിസികൾ, അതായത് വാർഡിൽ നമ്മൾ നയങ്ങൾ നിർമ്മിക്കുമ്പോൾ അത് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ആയിരിക്കണം എന്ന്. എന്തീ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്? ഡെമോക്രാറ്റിക്കില് ആർക്കാണ് അവിടെ പ്രാധാന്യമുള്ളത്? നിങ്ങൾ പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സില്, സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടില്ലേ? ജനാധിപത്യം അല്ലെ. അവിടെ ഇമ്പോർട്ടൻസ് ആർക്കാണ്? ജനങ്ങൾക്കാണ് അല്ലെ. ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ പഠിച്ചിട്ടില്ലേ? സോ ഇവിടെ പീപ്പിൾ എന്ന് പറയുന്നത് ആരാണ്? ഹോസ്പിറ്റലിലെ പീപ്പിൾ ആരാണ്? ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. സോ പേഷ്യൻസിനും കൂടി ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള നിയമങ്ങളും നയങ്ങളും കൊണ്ടുവരിക. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. വാർഡില് നിയമങ്ങളും നയങ്ങളും കൊണ്ടുവരുമ്പോൾ അത് പേഷ്യൻസിനും കൂടി ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ആയിരിക്കണം എന്ന്. അതായത് പേഷ്യൻസിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പോളിസികളും നയങ്ങളും ആയിരിക്കണം കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റത്തെ
5 പോയിന്റ് ആണ് നമ്മള് 5 പോയിന്റ് ആണോ 6 പോയിന്റ് കേട്ടോ. ആദ്യത്തെ 6 പോയിന്റ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് വായിച്ചു നോക്കാമോ? യൂസ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ്. അവിടെ വരെ ഒന്ന് വായിക്കാം. സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഒറ്റയടിക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകില്ല. നമുക്ക് കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു പോകും. വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ 6 പോയിന്റ്. 5th പോയിന്റ് എന്തായിരുന്നു? അതായത് വാർഡ് റൊട്ടീന്, വാർഡിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാന്ന്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വാർഡിനുള്ളിൽ ഒരുപാട് പേഷ്യൻസ് കിടക്കുന്നുണ്ടാവും അല്ലെ. അപ്പോൾ ചിലപ്പോ ആ ഒരു ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറും നഴ്സുമാരും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് മറ്റുള്ള പേഷ്യൻസിന് കൂടി ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊന്ന് പ്രിവെന്റ് ചെയ്യാം. Okay. 3rd പോയിന്റ് എന്തായിരുന്നു? എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്യണമെന്ന്, ആസൂത്രണം ചെയ്ത് വെക്കണം. ഇന്ന പേഷ്യന്റിന് എത്ര മണിക്ക് മെഡിസിൻ കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് ഇഞ്ചക്ഷൻ കൊടുക്കണം, BP നോക്കണം, ടെമ്പറേച്ചർ നോക്കണം. ഇതെല്ലാം കൃത്യമായിട്ടും ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്തിരിക്കണം എന്ന്. പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് വന്ന് എന്താണ് ഒരു റൂമിൽ മെഡിസിൻ കൊടുക്കുക, അപ്പോൾ മാറിപ്പോകാനും മറ്റൊക്കെ ചാൻസ് ഒക്കെ വരും അല്ലെ. അപ്പൊ നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്ത് വെക്കുക. ആറ് പോയിന്റ് വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് അടുത്ത പോയിന്റ്സുകൾ വായിക്കണം. വായിച്ചു എല്ലാവരും? ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. ഓറിയന്റേഷൻ വെച്ചാൽ എന്താണ്? മീൻസ് പുതിയ സ്റ്റാഫ് മെമ്പേഴ്സുകളെയൊക്കെ പരിഷ്കരിക്കുക, പുതിയ സ്റ്റാഫ് മെമ്പേഴ്സുകളേക്ക് എടുക്കുക. മെയിൻ്റനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിലനിർത്തുക. വാർഡിനുള്ളിൽ നല്ലൊരു അന്തരീക്ഷം അല്ലെ. അതായത് ഇതുപോലെ ശക്തതയുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം, ക്ലീൻ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ് ആയിരിക്കണം. സോ ഇങ്ങനെയുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിനെ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുക. പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്. പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് അതായത് പ്രൊവിഷൻ മീൻസ് നമ്മൾ ഉപകരണങ്ങൾ, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്സുകൾ പ്രൊവിഷൻ ചെയ്യുക, മീൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന്. ഇപ്പൊ വാർഡിനുള്ളിലാണെങ്കിൽ എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാവും. എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സുകൾ? ഏതൊക്കെ എക്യുപ്മെന്റ്സുകളാണ് വാർഡിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഏതൊക്കെയാണ് എക്യുപ്മെന്റ്സ്? IV സെറ്റ്, ഡ്രിപ്പ് ഇടുന്ന സ്റ്റാൻഡ്, പിന്നെ എന്തൊക്കെയാണ്? നെബുലൈസർ ഉണ്ടാകും, നെബുലൈസേഷൻ ഉണ്ടാകും അല്ലെ. പിന്നെ എന്തൊക്കെയാണ്? ഇതുപോലെ തന്നെ ഓക്സിജന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓക്സിജൻ സിലിണ്ടറുകൾ ഉണ്ടാകും അല്ലേ. ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റിന് വേണ്ടുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. Then clear cut doctors and nurses orders. ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും ഓർഡറുകൾ അത് ക്ലിയർ കട്ട് ആയിരിക്കണം എന്ന്, വ്യക്തമായിരിക്കണം എന്ന്. അതായത് ഇപ്പൊ നഴ്സസും അതുപോലെ ഡോക്ടേഴ്സും പറയുന്ന പേഷ്യൻസിനോട് പറയുന്ന കാര്യങ്ങൾ വ്യക്തതയുണ്ടാവണം എന്ന്, കൃത്യമായിരിക്കണം എന്ന്. അല്ലെങ്കിൽ പേഷ്യൻസിന് ഡൗട്ട്സും കാര്യങ്ങളും വന്നേക്കാം. സോ ഒരു ക്ലിയർ കട്ട് ആയിരിക്കണം, വ്യക്തതയോട് കൂടിയിട്ട് വേണം നമ്മുടെ ഓർഡേഴ്സുകൾ, അതായത് ഉത്തരവുകൾ, മീൻസ് അഡ്വൈസ് ഒക്കെ പറയുമല്ലോ നമ്മള്. അല്ലെങ്കിൽ മെഡിസിൻസിന്റെ കാര്യങ്ങളോ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളോ പറയുമ്പോൾ അതെല്ലാം കൃത്യതയോട് കൂടി തന്നെ വേണം പറയുക. ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ്. അതായത് കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടായിരിക്കണം. ഇപ്പൊ പേഷ്യൻസിന്റെ റെക്കോർഡ്സുകളൊക്കെ എഴുതുമ്പോൾ അത് കൃത്യതയോടെ ആയിരിക്കണം. അവിടെ ഒരു പെൻഡിങ് ഒന്നും പാടില്ല, എല്ലാം പ്രോപ്പർ ആയിട്ട് അക്യുറേറ്റ് ആയിരിക്കണം. മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ അമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എല്ലാ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് മെമ്പേഴ്സുകൾക്കിടയിൽ നല്ലൊരു മനോവീര്യം കൊടുക്കണമെന്ന്. അതായത് മൊറൈൽ എന്ന് വെച്ചാൽ എന്താ? മനോവീര്യം. എഴുതി വെച്ചോളൂ കേട്ടോ, അറിയില്ലാത്തവർ എഴുതി വെക്കാം. മൊറൈൽ അവർക്കൊരു മനോവീര്യം കൊടുക്കാന്ന്. അതായത് ഇപ്പൊ ഒരു കമ്പനിയിൽ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലെല്ലാം ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ സ്റ്റാഫുകൾക്ക് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വർക്ക് ചെയ്യുന്നവരുണ്ടോ ആരെങ്കിലും? എന്തോ
യെസ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, അപ്പൊ അവർക്ക് ഇടയ്ക്ക് ഒരു മനോധൈര്യമൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു മനോവീര്യം കൊടുത്താൽ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഹൈ മൊറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. Then establishment of good working relationship within the ward and with their associates. അതുപോലെ വാർഡിന് ബെസ്റ്റ് നഴ്സിനെ പോലെയൊക്കെ അല്ലെ, അതായത് ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോ എന്താണ് റിവാർഡൊക്കെ കൊടുക്കാറുണ്ട്. ഓരോ ഇയർ എൻഡിങ്ങിലൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ഒ പി ഡി അസിസ്റ്റന്റ്, ബെസ്റ്റ് ഒ പി സ്റ്റാഫ് ആരാണ്, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ബെസ്റ്റ് സ്റ്റാഫുകൾക്കുള്ള ഒരു റിവാർഡ് പോലെയൊക്കെ കൊടുക്കും അല്ലെ. അപ്പോ അത് റെക്കഗ്നീഷനും റിവാർഡൊക്കെ കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാണ് അല്ലെ. നമുക്ക് നല്ല രീതിയിൽ നെക്സ്റ്റ് ടൈമിൽ എനിക്കത് വാങ്ങിക്കണം എന്നുള്ളൊരു പ്രചോദനം നമുക്ക് ലഭിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വർക്കും നല്ല രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യും. Then establishment of good working relationship within the ward and with the other associates. അതുപോലെ തന്നെ വാർഡിനുള്ളിൽ നിൽക്കുന്ന സ്റ്റാഫുകളും അവിടെയും അതുപോലെ തന്നെ മറ്റ് അസോസിയേറ്റ്സ്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ സ്റ്റാഫുകളുമായിട്ട് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം എന്ന്, അതായത് പരസ്പരം ഒരു കോർപ്പറേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക. Then delegation of അത് ഞാൻ കംപ്ലീറ്റ് വായിക്കണേ കേട്ടോ, ചെറിയ പോയിന്റ്സുകളാണ്, കംപ്ലീറ്റിംഗ് സ്പ്ലിറ്റ് ചെയ്യേണ്ട, കംപ്ലീറ്റ് വായിക്കണേണ്, എന്നിട്ട് നമുക്ക് വായിക്കാം. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, പ്രതിനിധി ഉത്തരവാദിത്തം, അതാണ് ആ വേർഡിന്റെ മീനിങ് കേട്ടോ. ഡെലിഗേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രതിനിധി ഉത്തരവാദിത്തം. ഓരോരുത്തർക്ക്, അതായത് ഓരോ സ്റ്റാഫിനും ഓരോ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ടും അത് ഡ്യൂട്ടീസ് കൃത്യമായിട്ടും ചെയ്യുക. നമ്മൾ ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഓരോരുത്തർക്കും പ്രതിനിധി ഉത്തരവാദിത്തം, ഓരോ വ്യക്തികൾക്കുള്ള ഉത്തരവാദിത്തം, ഓരോരുത്തരുടെയും ഓരോ സ്റ്റാഫുകളുടെയും റെസ്പോൺസിബിലിറ്റി അവർ കൃത്യമായിട്ടും അത് അവരുടെ ഡ്യൂട്ടി ചെയ്യുക. Then വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്, അതായത് എല്ലാ കാര്യങ്ങളും പ്ലാൻഡ് ആയിരിക്കണം എന്ന്. അസൈൻമെന്റ്സ് എന്ന് വെച്ചാൽ പ്രവർത്തനങ്ങൾ, ആ വാർഡിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം ചെയ്യുക. വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ, അതായത് ഇപ്പോ സ്റ്റാഫുകൾക്കാണെങ്കിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സമയങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കണം. അതായത് ഇപ്പോ നഴ്സുമാരാണെങ്കിലും ഷിഫ്റ്റഡ് ടൈം ഒക്കെ ആയിരിക്കും അല്ലെ, ചിലപ്പോ ഡെയിലി വന്നവരായിരിക്കില്ല, നൈറ്റ് ഡ്യൂട്ടിക്ക് വേറെ നെക്സ്റ്റ് അടുത്ത സ്റ്റാഫ് ഒക്കെ ആയിരിക്കും. സോ അത് കൃത്യമായിട്ടും ഓരോരുത്തരുടെ ടൈം എപ്പോഴാണോ ആ ടൈമിൽ കൃത്യമായിട്ടും അത് അവര് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ, നല്ലൊരു ടീച്ചിങ്ങും അതുപോലെ തന്നെ ഒരു സൂപ്പർവിഷനും വാർഡിൽ ഉണ്ടായിരിക്കണം. ടീച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്, പഠിപ്പിക്കാന്ന്. അതായത് ഇപ്പോ സ്റ്റാഫുകൾക്കാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാഫുകള് പേഷ്യൻസിനാണെങ്കിലും അവരുടെ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം. വാർഡിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു അവരുടെ ഒരു മേലുദ്യോഗസ്ഥരുടെയും ഒരു സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, എവിടെ തുടങ്ങിയാണ് നമ്മൾ 6ാമത്തെ പോയിന്റ് വരെയല്ലേ വായിച്ചു നിർത്തിയത്. ഇനി കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒരു പ്രാവശ്യം വായിക്കാം കേട്ടോ. എല്ലാ പോയിന്റ്സും കൂടി ഒന്ന് വായിക്കാം. ഓരോ പോയിന്റ് വായിച്ച് അതിന്റെ ഒന്ന് അർത്ഥം മനസ്സിലാക്കി വായിക്കണേ. ഒറ്റയടിക്ക് വായിക്കണ്ട, നിങ്ങളൊന്ന് സാവകാശം ഓരോ പോയിന്റ് വായിക്കുക, അതിന്റെ മീനിങ് മനസ്സിലാക്കാം. ഞാൻ അതിന്റെ ലാസ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, ഇടയ്ക്ക് വെച്ച് ആരും ചോദിക്കണ്ട, ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ വായിച്ച ഒരു പ്രാവശ്യം, വായിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം നമുക്ക് ഫുൾ പോയിന്റ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും ഓരോ പോയിന്റ് ആയിട്ട് ഡൗട്ട് ചോദിക്കാം. അപ്പൊ വായിക്കുന്നവരുടെയും അതിലൊരു ഡിസ്റ്റർബ് വരണ്ടാലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കാം.
വായിച്ചെല്ലാവരും എല്ലാ പോയിന്റ്സും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. വായിക്കാൻ നിങ്ങൾ വായിക്കാനാണ് ഞാൻ സമയം തന്നിരിക്കുന്നത്. വായിച്ചു നോക്കാം. വായിച്ചെല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ദെൻ ഒരു പ്രാവശ്യം കൂടി ഫാക്ടേഴ്സ് ഇനി പറയാം. ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ് നോക്കാം. ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. ആ വാർഡിനുള്ളിൽ പാലിക്കേണ്ട പോളിസികളും പ്രോട്ടോകോൾസുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. വാർഡിൽ നിർവഹിക്കേണ്ട ചുമതലകളെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം. A planned program for each day's work. ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം. Beginning the day on time. കൃത്യസമയത്ത് തന്നെ വർക്ക് അല്ലെങ്കിൽ ആ ഒരു ദിവസം കൃത്യസമയത്ത് തന്നെ ആരംഭിക്കുക. Then preventing interruptions, establishment of ward routine. വാർഡിലെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രിവെന്റ് ചെയ്യുക. Use of democratic methods in the establishment of ward policy. വാർഡ് പോളിസിയിൽ നമ്മള് വാർഡിൽ നയങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാണ്. മീൻസ് പേഷ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിലേക്ക് പരിഷ്കരിക്കുക. മെയിൻ്റനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. പ്രൊവിഷൻ ഓഫ് സപ്ലൈ ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്. കാര്യക്ഷമമായിട്ടുള്ള വർക്ക് നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എക്യുപ്മെന്റ്സുകളും പേഷ്യൻസിന് വാർഡിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്. ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും ഓർഡേഴ്സ് ക്ലിയർ കട്ട് ആയിരിക്കണം, വ്യക്തമായിരിക്കണം. അക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ്. റിപ്പോർട്ട്സുകളെല്ലാം കൃത്യമായിരിക്കുക. മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും ഒരു മനോവീര്യം കൊടുക്കുക. അവരുടെ വർക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യുക, ഒരു സപ്പോർട്ട് കൊടുക്കുക. Then establishment of good working relationship within the ward and with other associates. വാർഡിനുള്ളിലുള്ള പ്രവർത്തകരുമായും അതുപോലെ തന്നെ വാർഡിന് പുറത്തുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് നല്ലൊരു ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. പ്രതിനിധി ഉത്തരവാദിത്തം. ഓരോ പേഴ്സൺസിന്റെയും മീൻസ് ഓരോ സ്റ്റാഫുകളുടെയും ഡ്യൂട്ടീസ് അവർ കൃത്യമായിട്ടും ചെയ്യുക. വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്. എല്ലാ പ്രവർത്തനങ്ങളും വെൽ പ്ലാനോട് കൂടി ആയിരിക്കണം. വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ. ഓരോ സ്റ്റാഫിനും നിയമിച്ചിരിക്കുന്ന കൃത്യസമയത്ത് തന്നെ അവരവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. നല്ല രീതിയിൽ ടീച്ചിങ്ങും വേണം. അതുപോലെ തന്നെ വാർഡിലെ പ്രവർത്തനങ്ങൾ സൂപ്പർവിഷൻ ചെയ്യുക. ക്ലിയർ ആയിപ്പോ? എല്ലാ പോയിന്റ്സും നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ മെയിൻ പോയിന്റ്സുകൾ ഇനി പഠിക്കാന്നുള്ളത് മാത്രമാണ്. പഠിക്കണം, മനസ്സിലാക്കി പഠിക്കാം കേട്ടോ നിങ്ങള്. ഈ ചാപ്റ്ററിലെ കുറച്ച് പോയിന്റ്സുകൾ അധികം വരുന്നുണ്ട് കേട്ടോ. കുറച്ച് പോയിന്റ്സ് ഇത്തിരി കൂടുതലുണ്ട്, കുഴപ്പമില്ല, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, പോയിന്റ്സുകൾ കാണുമ്പോൾ നിങ്ങൾ ഓർത്ത് കാണണം അല്ലെ, ഇത്ര പോയിന്റ്സിന്റെ ആവശ്യമുണ്ടോ അല്ലേ. അപ്പോ അത് അത്യാവശ്യം മാക്സിമം ചുരുക്കി തന്നിരിക്കുന്നതാണ് പോയിന്റ്സ്. ഇതിലും കൂടുതലൊക്കെ ഉണ്ട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ, പക്ഷെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിലാണ് അത്രയും ഷോർട്ട് ആക്കി തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനി നമ്മൾ വാർഡിനുള്ളിലെ കുറച്ച് പേഴ്സൺസിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, വാർഡിനുള്ളിലെ കുറച്ച് വ്യക്തികളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആ വ്യക്തികളുടെ ഡ്യൂട്ടീസുമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത സെക്ഷനിലുണ്ട്. ഓക്കെ, അപ്പോ ഓരോ വ്യക്തികളെ പരിചയപ്പെടുമ്പോഴും അവരുടെ ഡ്യൂട്ടികളും നമുക്ക് പഠിക്കണം. അതിനൊപ്പം തന്നെ കുറച്ചധികം ഡ്യൂട്ടീസ് ഒക്കെ ചില പേഴ്സൺസിനൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല, മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പൊ അത് മുൻകൂട്ടി പറയുകയാണ്, കുറച്ച് പോയിന്റ്സ് അധികം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പോകാം, കൃത്യമായിട്ടും പഠിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി, ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ആൻഡ് സെക്രട്ടറി. വാർഡ് ക്ലർക്കും സെക്രട്ടറി ഏകദേശം ഈ ക്ലർക്കിന്റെയും സെക്രട്ടറിയുടെയും സിമിലർ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലർക്കും സെക്രട്ടറി. ഇനി എന്തൊക്കെയാണ് ക്ലർക്കിന്റെയും സെക്രട്ടറിയുടെയും ഡ്യൂട്ടി? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ അഡ്മിറ്റ് ഒക്കെ ആയിരിക്കുമ്പോഴേ ഈ പേഴ്സൺസ് ഒക്കെ നമ്മളുടെ അടുത്ത് വരാറുണ്ട്. പക്ഷെ ഇത് വാർഡ് ക്ലർക്ക് ആണോ സെക്രട്ടറി ആണോ ആരാണെന്നൊന്നും നമുക്ക് അറിയില്ല അല്ലെ. ഇത്രയും നാൾ നമുക്ക് അറിയില്ലായിരിക്കാം.
പക്ഷെ ഇനി നമുക്കൊന്ന് നിങ്ങൾ പോകുക ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള പേഴ്സൺസിലേക്ക് ഒന്ന് അറിയാലോ. ഓക്കെ, നമുക്ക് ഇത്രയും നാൾ അറിയില്ലല്ലോ ഈ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഡ്യൂട്ടി എന്താണ്, അല്ലെ? ചിലപ്പോൾ നമ്മളോട് പല കാര്യങ്ങളും വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ വ്യക്തി ആരാണ്, ഈ വ്യക്തിയുടെ പൊസിഷൻ എന്താണ്, അല്ലെ? നമുക്ക് പലർക്കും അറിയില്ലായിരിക്കാം. നോക്കാം. അപ്പൊ ഇനി വാർഡ് ക്ലർക്കും സെക്രട്ടറി ഇവരുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് നമുക്കിനി നോക്കാനുള്ളത്. നോക്കാം. ഫസ്റ്റ് വൺ, compelling and recording medical charts, reports and correspondence. Compelling means എന്താണ്? നിർബന്ധമായും പേഷ്യൻസിന്റെ മെഡിക്കൽ ചാർട്ട്സുകളും റിപ്പോർട്ട്സുകളും റെക്കോർഡ് ചെയ്യുക. Then correspondence. എന്താ correspondence എന്ന് പറഞ്ഞാല് കേട്ടിട്ടുണ്ടോ? കറസ്പോണ്ടൻസിന്റെ മലയാളത്തിൽ എന്താ പറയാ? കറസ്പോണ്ടൻസ് കത്തിടപാടുകൾ എന്നാണ് പറയുന്നത്. ഇന്ന് കത്തിടപാടുകൾ ഉണ്ടോ? ഹോസ്പിറ്റലിലെ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെയിൽസ് വരും അല്ലെ? ഈ മെയിലുകളൊക്കെ വരുമ്പോ അതിന് റിപ്ലൈസ് കൊടുക്കാന്ന്, അതാണ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് മെഡിക്കൽ ചാർട്ട്സുകളും റിപ്പോർട്ട്സുകളും ഒക്കെ റെക്കോർഡ് ചെയ്യണം. ദെൻ ഇതുപോലെ കറസ്പോണ്ടൻസ് കത്തിടപാടുകളൊക്കെ വരികയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? അതിന് മെയിലിനുള്ള റിപ്ലൈസും മറ്റും കൊടുക്കും. ദെൻ കസ്റ്റമർ രണ്ടാമത്തെ ഡ്യൂട്ടി നോക്കാം കേട്ടോ. കസ്റ്റമർ നീഡ്സ് അസസ്മെന്റ്, മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസ് ആൻഡ് evaluation of customer satisfaction. കസ്റ്റമർ നീഡ് അസസ്മെന്റ്. കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്? കസ്റ്റമർ ആരാണ്? ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാണ്? പേഷ്യൻസ് ആണ് അല്ലേ? സോ പേഷ്യൻസിന്റെ നീഡ്സിന് വിലയിരുത്തണം, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയുക. ദെൻ മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസ്. നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളുടെ ക്വാളിറ്റി ഉണ്ടോ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണോ നമ്മൾ കൊടുക്കുന്നത് എന്ന് ചെക്ക് ചെയ്യണം. And evaluation of customer satisfaction. Then last one എന്ത് ചെയ്യാം? കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇവാലുവേറ്റ് ചെയ്യാം. കസ്റ്റമർ സംതൃപ്തിയാണോ, നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളിൽ അവൻ തൃപ്തനാണോ, ഇല്ല പേഷ്യൻസിന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളിൽ സംതൃപ്തിയുണ്ടോ എന്ന് ഇവാലുവേഷൻ ചെയ്യുക. ഓക്കെ, 3 കാര്യങ്ങളാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത്. കസ്റ്റമറിന്റെ നീഡ്സ്, ആവശ്യങ്ങളെ അസസ്മെന്റ് ചെയ്യണം, ആവശ്യങ്ങളെ വിലയിരുത്തണം. ദെൻ മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസ്. നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളിൽ അവന് ക്വാളിറ്റി ഉണ്ടോ, നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളിൽ ക്വാളിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ലാസ്റ്റ് വൺ, ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സംതൃപ്തിയാണോ, നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളിൽ അവന് സംതൃപ്തി ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ഡ്യൂട്ടി നോക്കാം. Provide support to healthcare staff and ensure appropriate maintenance of patient care unit. Provide support. അതായത് ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ സ്റ്റാഫ്, അതായത് നഴ്സസിനും മറ്റു ടെക്നീഷ്യൻ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് സപ്പോർട്ട് ചെയ്യാന്ന്, അതായത് അവരെ ഹെൽപ്പ് ചെയ്യുക. Then ensure appropriate maintenance of patient care unit. പേഷ്യന്റ് കെയർ യൂണിറ്റിൽ, അതായത് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റുകൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെയിൻ്റെനൻസ്, അതായത് കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വർക്ക് ചെയ്യാന്ന്, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, ഫസ്റ്റത്തെ 3 ഡ്യൂട്ടീസ് ആണ് നമ്മൾ വായിച്ചത്. 3 ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങൾ ആദ്യത്തെ 3 ഡ്യൂട്ടി വായിക്കുക. വായിച്ചതിന് ശേഷം എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. ഇത് ബൈ ഹാർട്ട് ചെയ്താലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ദെൻ ഒരുപാട് പേർക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് മാറി പോകരുത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എളുപ്പത്തിൽ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കാം. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഫസ്റ്റ് വൺ, കസ്റ്റമേഴ്സ് നീഡ് അസസ്മെന്റ്. പേഷ്യൻസ്, കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഷ്യന്റ് ആണ്. പേഷ്യന്റിന്റെ നീഡ്സ്, ആവശ്യങ്ങൾ വിലയിരുത്തണം. അവന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയുക. ദെൻ മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസ്. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങൾ, സർവീസസുകൾക്ക് ക്വാളിറ്റി ഉണ്ടോ, നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സേവനങ്ങളാണോ കൊടുക്കുന്നത് എന്ന് ചെക്ക് ചെയ്യണം. Then last one, evaluation of customer satisfaction.
അവന് സംതൃപ്തനാണോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാന്ന്. അതായത് ഫീഡ്ബാക്ക് ഒക്കെ എടുക്കില്ലേ, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ആയി കഴിയുമ്പോൾ ഫീഡ്ബാക്കിനൊക്കെ വേണ്ടിയിട്ട് ഒരു പേപ്പർ ഒക്കെ തരും അല്ലെ. അപ്പൊ നമ്മളോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അതിൽ നമ്മൾ ടിക്ക് ചെയ്തൊക്കെ കൊടുക്കും. അങ്ങനെ നമ്മുടെ ഫീഡ്ബാക്ക് അറിയുന്നു. തേർഡ് പോയിന്റ്, നമ്മൾ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഒരു അസിസ്റ്റന്റ് ചെയ്യാവുന്ന, ഇവിടെയുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റ് കെയർ യൂണിറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് മെയിൻ്റനൻസുകൾ ഉറപ്പുവരുത്തുക, അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിലാണോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അതായത് എന്താണ്, അഡ്മിനിസ്റ്റർ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം എന്ന്. അതായത് പേഷ്യൻസിനോട് അത്യാവശ്യം ഒരു ആശയവിനിമയം ഉണ്ടായിരിക്കണം. അതായത് പേഷ്യൻസിനോട് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്, മാനേജ് ചെയ്യണം ട്രാഫിക്കിന്റെ ഒരു ഫ്ലോ. ട്രാഫിക്കിന്റെ ഫ്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ആലോചിച്ച് നോക്കി. ഹോസ്പിറ്റലിലെ ട്രാഫിക്കിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ട്രാഫിക് ഫ്ലോ റോഡിലുള്ള ട്രാഫിക് ഫ്ലോ ആണോ? അല്ല. വിസിറ്റേഴ്സും അതുപോലെ തന്നെ പേഷ്യൻസുകൾ, ഒരുപാട് പേഷ്യൻസുകളൊക്കെ വന്നു കൂടും അല്ലെ. ചില ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേഷ്യൻസ്, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അതിനൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം, നിയന്ത്രിക്കാനും. ഇപ്പൊ ക്യൂ ഒക്കെ കൃത്യമായിട്ടൊക്കെ നിലനിർത്താനും ഡിസ്പ്ലേ ടോക്കൺ നമ്പർ ഒക്കെ അത് കൃത്യമായിട്ട് പേഷ്യൻസിനോട് കയറാനൊക്കെ പറയുക, ആ ഒരു തിരക്ക് ഒഴിവാക്കാനും. ഓക്കെ, ഇതാണ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക് എന്ന് പറയുന്നത്. ട്രാഫിക്കിന്റെ അവിടെ നിങ്ങൾ പേഷ്യൻസ് എന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ട്രാഫിക്കിന്റെ അവിടെ പേഷ്യൻസ് ഒന്ന് എഴുതി വെച്ചോളൂ. Then next point, provide assistance to all nurses and ensure appropriate cleanliness of all units. Provide assistance to all nurses. എല്ലാ നഴ്സുമാരെയും അസിസ്റ്റ് ചെയ്യാവുന്ന, ഹെൽപ്പ് ചെയ്യുക. ഇപ്പൊ നഴ്സുമാർക്ക് അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാർഡ് ക്ലർക്ക് അവരെ ഹെൽപ്പ് ചെയ്യുക. Then ensure appropriate cleanliness of all units. എല്ലാ യൂണിറ്റ്സുകളും, ഹോസ്പിറ്റലിലെ എല്ലാ യൂണിറ്റും, വാർഡ് ആയിക്കൊള്ളട്ടെ, റൂം ആയിക്കൊള്ളട്ടെ, ലബോറട്ടറി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എക്സ്റേ, ഫാർമസി, എല്ലാ യൂണിറ്റുകളും ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ അവിടെയൊക്കെ അവരുടെ സ്റ്റാഫുകൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡാറ്റാബേസ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്. അല്ലെ, അതായത് എന്താണ് പറയുന്നത്? പേഷ്യൻസ് മെയിൻറ്റെയിൻ അപ്ഡേറ്റ് പേഷ്യന്റ് ഡാറ്റാബേസ് ഓൺ കമ്പ്യൂട്ടേഴ്സ്. പേഷ്യൻസിന്റെ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഫോർ ഓൾ ഡയഗ്നോസിസ്. ഇനി പേഷ്യൻസിന് നടക്കുന്ന ഡയഗ്നോസിസ് ടെസ്റ്റുകൾ, ഇപ്പോ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ നഴ്സിംഗ് സ്റ്റാഫുകളെ അറിയിക്കുക. ഡാറ്റാബേസിൽ പേഷ്യൻസിന്റെ റിപ്പോർട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റിസൾട്ടുകൾ വരുമ്പോൾ, ഡയഗ്നോസിന്റെ റിസൾട്ടുകൾ വരുമ്പോൾ അത് നഴ്സിംഗ് സ്റ്റാഫിനെ അറിയിക്കുക. Then coordinate with the various departments and ensure proper services and supplies of unit. Coordinate with the various departments. മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. അതുപോലെ ensure proper service and supplies of unit. അല്ലേ, അതായത് യൂണിറ്റിന്റെ ശരിയായിട്ടുള്ള സേവനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ്, ഓരോ യൂണിറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ്, അതായത് സാധനങ്ങൾ കൊടുക്കുക. ഇപ്പൊ വാർഡിലാണെങ്കിൽ വാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്ഷീറ്റ്, പില്ലോ കവർ, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളോ, അല്ലെങ്കിൽ റൂം ആണെങ്കിൽ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള, അങ്ങനെ ഓരോ യൂണിറ്റിൽ ഏത് യൂണിറ്റിലേക്കാണോ ആ യൂണിറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ്, അതായത് വസ്തുക്കൾ, ബിലോങ്ങിങ്സ്, സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. Prepare and update patient charts with ancillary reports and forms from various departments. പേഷ്യന്റിന്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. എന്തിന്റെ അടിസ്ഥാനത്തില്? ആൻസിലറി റിപ്പോർട്ട്സ് ആൻഡ് ഫോംസ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോ പേഷ്യന്റ് ചിലപ്പോ എക്സ്റേ എടുത്തിട്ടുണ്ടാകും, സ്കാൻ ചെയ്തിട്ടുണ്ടാകും,
ലബോറട്ടറിയിൽ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവും. സോ ഇങ്ങനെയുള്ള വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ആ പേഷ്യൻസിന്റെ റിസൾട്ടുകളൊക്കെ ശേഖരിച്ച് കളക്ട് ചെയ്തുകൊണ്ട് പേഷ്യൻസിന്റെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക, അത് അപ്ഡേറ്റ് ചെയ്യുക. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പോയി പേഷ്യൻസിന്റെ റിസൾട്ടുകളുടെ കോപ്പിയോ അല്ലെങ്കിൽ റിസൾട്ടോ വാങ്ങിച്ചുകൊണ്ട് പേഷ്യൻസിന്റെ ചാർട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റത്തെ 3 പോയിന്റിൽ നമ്മൾ വായിച്ചത്. അടുത്ത പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി. മനസ്സിലാക്കി വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? Then next അതിന്റെ അടുത്ത പോയിന്റ്സുകളാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നോക്കാം. Maintain discharge summary reports for all patients and keeps records of all patients and send medical records to MRD after discharge of patients. പേഷ്യൻസിന്റെ ഡിസ്ചാർജ് റിപ്പോർട്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ സെൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഡിസ്ചാർജ് ആയതിനു ശേഷം MRDയിലേക്ക് അയച്ചു കൊടുക്കുക. MRD എന്താ ഫുൾ ഫോം? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ, എഴുതി വെക്കാം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഇനി ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കാർഡ് പോലെയാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ പണ്ട് നിങ്ങൾ അഡ്മിറ്റ് ആയപ്പോൾ ഡിസ്ചാർജ് സമ്മറി ഉണ്ടാകും, ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഡിസ്ചാർജ് സമ്മറി ചെറിയൊരു കാർഡ് പോലെ ആയിരിക്കും അല്ലെ? ഇനി ഡിസ്ചാർജ് സമ്മറി വായിച്ചു നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? വായിച്ചു നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡിസ്ചാർജ് സമ്മറിയിൽ കാണുന്നത്? എന്തൊക്കെയുണ്ടാകും അതില്? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഡിസ്ചാർജ് സമ്മറിയിൽ? അതായത് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ടാകും. ആ പേഷ്യൻസ് അവിടെ അഡ്മിറ്റ് ആയ ടൈം തുടങ്ങി എത്ര ദിവസം അഡ്മിറ്റ് ആയോ അതുവരെ അവിടെ പേഷ്യൻസിന് നമ്മൾ കൊടുത്തിരിക്കുന്ന മെഡിസിൻസുകളാവാം, ടെസ്റ്റുകളാവാം, ചിലപ്പോൾ സർജറി ചെയ്തിട്ടുണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് ആകാം അല്ലെ? എന്നിങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയാ, ഒരു ഷോർട്ട് മീൻസ് ഒരു ചെറിയൊരു ഇതില് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ടാവാം, പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാകാം അല്ലെ? മെഡിസിൻസുകളുടെ ഡീറ്റെയിൽസുകള്, ടെസ്റ്റുകൾ നടത്തിയത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടക്കുന്നതാണ് ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ചാർജ് നമുക്കൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളേ. സോ പേഷ്യൻസിന്റെ ഡിസ്ചാർജ് സമ്മറി മെയിൻറ്റെയിൻ ചെയ്യണം. കീപ്സ് റെക്കോർഡ്സ് ഓഫ് ഓൾ പേഷ്യൻസ്, ഈ പേഷ്യൻസുകളുടെ റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ആൻഡ് സെൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് ടു MRD ആഫ്റ്റർ ഡിസ്ചാർജ് ഓഫ് പേഷ്യന്റ്. മെഡിക്കൽ റെക്കോർഡുകൾ ഡിസ്ചാർജിന് ശേഷം ഈ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലോട്ട് സെൻഡ് ചെയ്യുക. MRD അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. MRD സ്റ്റാൻഡ്സ് ഫോർ ആയിരിക്കും ചോദിക്കുക, ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എഴുതി വെച്ചില്ല എല്ലാവരും? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, administer medical records for all physicians and medical staff.
and maintain record of attendance. അതായത് മെഡിക്കൽ റെക്കോർഡ് ഫിസിഷ്യനും മെഡിക്കൽ സ്റ്റാഫുകൾക്ക് മെഡിക്കൽ റെക്കോർഡ്സ് കൊടുക്കുകയും അതില് അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുകയാണ്. അവരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഫിസിഷ്യൻസിനും അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫുകൾക്കും മെഡിക്കൽ റെക്കോർഡ്സുകൾ കൊടുക്കും. സോ ഈ പേഷ്യൻസിന്റെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകൾ അത് കീപ്പ് ചെയ്യുക ഫിസിഷ്യനും മെഡിക്കൽ സ്റ്റാഫും. Then monitor all emergency calls and evacuate the facilities when required. Monitor all emergency calls. Emergency ആയിട്ട് വരുന്ന എല്ലാ കോളുകളെയും എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യണം, മീൻസ് അറ്റൻഡ് ചെയ്യാം. And evacuate the facility when required. Evacuate ചെയ്യാവുന്ന, അതായത് ആവശ്യമെങ്കിൽ, ഇപ്പൊ ആവശ്യമില്ലാത്ത കോളാണ്, അത്ര ഇമ്പോർട്ടൻസ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്യാവുന്ന, ദാറ്റ് മീൻസ് എലിമിനേറ്റ് ചെയ്യാൻ, ഒഴിവാക്കാൻ. ഓക്കെ, അപ്പൊ എമർജൻസി ആയിട്ടുള്ള കോൾസുകൾ എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ദെൻ ആവശ്യമെങ്കിൽ, അതായത് ഇപ്പൊ നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് അല്ല എന്ന് തോന്നുന്ന കോൾസ് ആണെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്യുക. ദെൻ placing doctor's visit, ECG, echo, etc. in medical records. പേഷ്യൻസിനെ ഡോക്ടർ വിസിറ്റ് ചെയ്യുന്നത് മീൻസ് റൗണ്ട്സിന് വരുമല്ലോ ഒരാൾ അഡ്മിറ്റ് ആകുമ്പോൾ. സോ ഡോക്ടർ വിസിറ്റും അതുപോലെ ECG, എക്കോ പോലുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ പേഷ്യൻസിന് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതും മെഡിക്കൽ റെക്കോർഡ്സിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. വിസിറ്റും ഡോക്ടേഴ്സിന്റെ വിസിറ്റും ECG, എക്കോ പോലുള്ള പ്രൊസീജിയേഴ്സ് എടുക്കുകയാണെങ്കിൽ അതും റെക്കോർഡിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ECG ഫുൾ ഫോം അറിയാലോ? എന്ത് ECGയുടെ ഫുൾ ഫോം? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, ഒറ്റ സെന്റൻസ് ആണ് കേട്ടോ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നുള്ളത്. സ്പ്ലിറ്റ് അല്ല, ഒറ്റ ഇതിലാണ് പറയാറ് കേട്ടോ, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, ഇനി ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിക്കാമോ? ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ആൻഡ് സെക്രട്ടറി. എല്ലാ പോയിന്റ്സും വായിക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലാക്കി വായിക്കാം കേട്ടോ, ഓരോ പോയിന്റ്സും മനസ്സിലാക്കി വായിക്കാം. MRB, ECG ഒക്കെ ഓർത്ത് വെക്കണം കേട്ടോ. Complete ചെയ്തോ? വായിച്ചെല്ലാവരും ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ആൻഡ് സെക്രട്ടറി. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? വായിച്ചിട്ട് ഏതെങ്കിലും പോയിന്റ്സില് ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണോ എല്ലാവരും? ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ് വായിച്ചിട്ട് മനസ്സിലാവാത്തതുണ്ടോ? നിങ്ങൾ ചോദിക്കാട്ടോ, ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തത് പഠിക്കാനായിട്ടുള്ളത് ആൻസിലറിയോ? ആൻസിലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുബന്ധമായിട്ടുള്ള ഏരിയയാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആണോ? ഫസ്റ്റ് പോയിന്റ് പറയുന്നത് കമ്പലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. അതായത് കമ്പലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പേഷ്യൻസിന്റെ മെഡിക്കൽ ചാർട്ട്സും റിപ്പോർട്ട്സ് ഒക്കെ റെക്കോർഡ് ചെയ്യണം.
അതുപോലെ തന്നെ കറസ്പോണ്ടൻസ്, അതായത് ഇമെയിൽസ് ഒക്കെ വരുമല്ലോ, അതിന് റിപ്ലൈസ് കൊടുക്കാം. കമ്പലിംഗ് എന്ന് വെച്ചാൽ നിർബന്ധമായും ചെയ്യണം അല്ലെങ്കിൽ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വരുന്നതേ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്, അടുത്തൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് പേഴ്സണെ പഠിച്ചു, വാർഡ് ക്ലർക്കും സെക്രട്ടറിനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തൊരു വ്യക്തിയാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ. ഇവിടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ അടുത്തൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിനും ഒരുപാട് എന്താ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. മതിയില്ലേ? ഇന്ന് ഒരാളെ പരിചയപ്പെടാം അല്ലെ? മതിയോ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തീരില്ല. കുറച്ച് കുറച്ച് പഠിക്കുന്ന ഭാഗം നമുക്ക് അത്രയും വ്യക്തമായിട്ട് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോ ഇന്ന് എടുത്ത അത്രയും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ലാസ്റ്റ് ഒരു 5 minutes ആണ് നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ആ ക്ലാസ്സിന്റെ ഫ്ലോയിൽ അങ്ങോട്ട് പോകും. അപ്പൊ ഒന്നും സംസാരിക്കാനൊന്നും പറ്റാറില്ല. ഇനി എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് പറയാനായിട്ടുണ്ടോ? ഒന്നുമില്ല പറയാൻ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ എടുത്തത്ര നന്നായിട്ട് പഠിക്കുക, മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, എക്സാം വരുമ്പോ അത് എങ്ങനെയായിരിക്കും? നമ്മളെ എങ്ങനെ അറിയിക്കുന്നത്? നമ്മളെങ്ങനെ അറിയുന്നത്? എക്സാമിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇൻഫർമേഷൻ തരും കേട്ടോ. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ടല്ലോ, അതിൽ ഇൻഫർമേഷൻ ഒക്കെ അറിയാം. ഓക്കെ, എക്സാമിന്റെ കാര്യം ഓർത്ത് ആരും ടെൻഷൻ ആവേണ്ട. നിങ്ങളിപ്പോ പഠിക്കുക, ഓരോ ക്ലാസ്സുകളും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പഠിക്കുക. ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണാം. ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് സമയമൊക്കെ കണ്ടെത്താം. എക്സാം ഒക്കെ ആകുമ്പോഴേക്കും ഇൻഫർമേഷൻ ഒക്കെ തരും. ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. എക്സാമിന്റെ ഡേറ്റ് വരാൻ വേണ്ടി ആരും വെയിറ്റ് ചെയ്യണ്ട, നേരത്തെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു മാം. Thank you, ma'am.